പി.സി. ചാക്കോ തിരികെ കോൺഗ്രസിലേക്ക് മടങ്ങുന്നു. തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം നിഷേധിച്ചത് എന്തുകൊണ്ട്? എൻ.സി.പി. ദേശീയ അധ്യക്ഷൻ ശരത് പവാർ നിർദ്ദേശിച്ചിട്ടുകൂടി തോമസ് കെ തോമസിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസ്ഥാനം നിഷേധിച്ചതിൽ എൻ.സി.പിയിൽ അതൃപ്തി പുകയുന്നു. സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ പി.സി. ചാക്കോയ്ക്കേറ്റ കനത്ത തിരിച്ചടിയാണ് മുഖ്യമന്ത്രിയുടെ ഈ തീരുമാനം. എൻ.സി.പി. തീരുമാനമെടുത്താൽ മന്ത്രിമാറ്റം ആകാമെന്ന മുൻ നിലപാടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ തിരുത്തിയിരിക്കുന്നത്. ഇതോടെ നിലവിലെ മന്ത്രി എ.കെ. ശശീന്ദ്രന് വീണ്ടും തുടരാമെന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. പി.സി. ചാക്കോ കോൺഗ്രസിലേക്ക് തിരിച്ചു പോകുമെന്ന അഭ്യൂഹങ്ങളും എൻ.സി.പിയിൽ സജീവമായി നിലനിൽക്കുന്നുണ്ട്. 2 എം.എൽ.എമാരെ ഒപ്പം കൂട്ടുമെന്നും സൂചനയുണ്ടായിരുന്നു. എൻ.സി.പിയിൽ ചാക്കോയ്ക്ക് ഒപ്പമുള്ളത് തോമസ് കെ തോമസ് മാത്രമാണ്. ചാക്കോ ലക്ഷ്യമിട്ട മറ്റൊരു എം.എൽ.എ പി.വി. അൻവർ ആണെന്നാണ് പുറത്തുവരുന്ന വിവരം. അൻവറിനെ പി.സി. ചാക്കോ സന്ദർശിച്ചിരുന്നു. അൻവറിന്റെ സഹോദരനായ പി.വി. അജ്മലാണ് എൻ.സി.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കിയാൽ അത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണെന്ന് കാസർഗോഡ് വെച്ച് പി.സി. ചാക്കോ പറഞ്ഞതും വിവാദം സൃഷ്ടിച്ചിരുന്നു. എൻ.സി.പിക്ക് ലഭിച്ച PSC അംഗത്വം ചാക്കോ കച്ചവടം ചെയ്തു എന്ന ആരോപണവും ചാക്കോയ്ക്ക് നേരെ ഉയർന്നു. തോമസിനെതിരെ അന്തരിച്ച തോമസ് ചാണ്ടിയുടെ കുടുംബം ഉയർത്തിയ സാമ്പത്തിക ആരോപണത്തെക്കുറിച്ച് മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിൽ ചോദിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാമാണ് മന്ത്രിമാറ്റത്തിന് സമയം വേണമെന്ന മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന് പിന്നിലെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. മുഖ്യമന്ത്രി സമയം ആവശ്യപ്പെട്ടു. അപ്പോൾ മറുത്തു പറയുന്നത് എങ്ങനെയെന്നാണ് തോമസ് കെ തോമസ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ മുൻ നിലപാട് അങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതിന് പിന്നീട് മറുപടി പറയാമെന്നായിരുന്നു തോമസിന്റെ മറുപടി. എന്നാൽ കുട്ടനാട് എം.എൽ.എ മന്ത്രിയാകാമെന്നുള്ള പ്രതീക്ഷ ഇനിയും കൈവിട്ടിട്ടില്ല. പക്ഷേ പന്ത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കോർട്ടിലാണ്. പിണറായി വിജയന്റെ മനസ്സ് ആർക്കൊപ്പമാണെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് എൻ.സി.പി. നേതൃത്വവും പ്രവർത്തകരും.